ഈ കാശ് മോളുടെ കയ്യിലിരിക്കട്ടെ. വെറുതെ ചിലവാക്കി കളയരുത്. എങ്കിലും നിനക്കെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാമനോട് ചോദിക്കണ്ടല്ലോ. അതുകൊണ്ടാ. ഒരു 2000 രൂപ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തിരുന്നു സീത. എല്ലാ മാസവും അമ്മ നിനക്കൊരു തുകയിടും. അത് നിന്റെ കയ്യിൽ എത്തിക്കണമെന്ന് മാമനോട് പറയാം. അത് മോളുടെ കയ്യിൽ കിട്ടുന്നുണ്ടോ എന്ന് അമ്മ വിളിക്കുമ്പോൾ പറയണം. അവൾ തലയാട്ടി കാണിച്ചു. മോള് വിഷമിക്കണ്ട. എൻ്റെ മോള് പഠിച്ച് വലിയ ആളാവുമ്പോൾ അമ്മയുടെ വിഷമങ്ങളൊക്കെ മാറുമെന്നാണ് വിശ്വസിക്കുന്നത്. സീത പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തിരുന്നു മീനാക്ഷി. സീത പോകുമ്പോൾ കരഞ്ഞു. അവളെ വിഷമിപ്പിക്കരുതെന്ന് മീനാക്ഷി കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കരഞ്ഞില്ല. പകരം സീതയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഉച്ചയ്ക്കൊരു 2 മണിയോടെ എയർപോർട്ടിലേക്ക് പോകാൻ സുരേഷും സീതയും ഇറങ്ങി. മീനാക്ഷി പോകുന്നില്ലെന്ന് തീരുമാനിച്ചതാണ്. അമ്മ പോകുന്നത് കാണാൻ വയ്യ. അങ്ങനെ ഒരു കൂടിക്കാഴ്ച വേണ്ടെന്ന് സീതയും പറഞ്ഞിരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടിട്ട് പോയാൽ തനിക്ക് സമാധാനം ലഭിക്കില്ല. വൈകുന്നേരം മുഴുവൻ അവൾക്ക് വല്ലാത്ത വിഷമമായിരുന്നു. സരോജിനിയുടെ മടിയിൽ തന്നെ അവൾ കിടന്നു. അവളുടെ മുടിയിഴകളിൽ തഴുകി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. കരയരുതെന്ന് കരുതിയിട്ട് മീനാക്ഷി കരഞ്ഞു പോയിരുന്നു. ഇത്രയും നാൾ അമ്മയെ പിരിഞ്ഞ് നിന്നിട്ടില്ല. പലപ്പോഴും തനിക്ക് അമ്മയ്ക്ക് താനുമായിരുന്നു ആശ്വാസം. അച്ഛൻ്റെ ഉപദ്രവങ്ങളൊക്കെ അമ്മ കേൾക്കുന്ന സമയത്തും തങ്ങൾ രണ്ടുപേരും മുറിയിൽ കയറി കെട്ടിപ്പിടിച്ച് കഥകടച്ചിരിക്കും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ അമ്മയെ പിരിഞ്ഞ് നിന്നിട്ടില്ല. രാത്രിയായപ്പോൾ അമ്മയെ കാണണമെന്ന് അവൾക്ക് തോന്നി. അമ്മയുടെ ഒപ്പമല്ലാതെ കിടന്നിട്ടുമില്ല. മോളിങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ? കുറച്ചു നേരം കുട്ടികളുടെ കൂടെ അപ്പുറത്ത് ആരതിയുടെ വീട്ടിലേക്ക് പോ, സരോജിനി പറഞ്ഞു. അവിടേക്ക് പോകാനും ഒരു നിമിഷം മീനാക്ഷിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ പെട്ടെന്ന് അവളുടെ മനസ്സിൽ ആദർശിന്റെ മുഖം ഓർമ്മ വന്നു. അവിടെ ചെന്നാൽ ചിലപ്പോൾ അവനെ കാണാൻ പറ്റുമായിരിക്കും. അവനോട് സംസാരിക്കാൻ മീനാക്ഷിക്ക് ഇഷ്ടമാണ്, എന്നാൽ പേടിയുമാണ്. അവന്റെ മുഖം കാണാൻ നല്ല ഭംഗിയാണ്, പ്രത്യേകിച്ച് ചിരി. ആൾക്കിരുനിറവുമാണ്. ചിരിയാണ് ഭംഗി. ചിരിക്കൊരു പ്രത്യേക ഭംഗിയാണ്. നോക്കി നിന്നു പോകും. ചിന്നുവും ചിഞ്ചുവും വന്ന് വിളിച്ചപ്പോൾ അവൾ ആരതിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടേക്ക് ചെന്നപ്പോൾ തന്നെ പ്രീത മാങ്ങ പോളുകയായിരുന്നു. പഴുത്ത മാങ്ങാപ്പൂൾ എല്ലാവർക്കും അവർ നീട്ടി. ഒപ്പം തന്നെ വലിയൊരു കഷ്ണം തന്നെ അവർ മീനാക്ഷിക്ക് നൽകി. അവൾ ചിരിയോടത് വാങ്ങി. അമ്മ ചെന്നിട്ട് വൈകിട്ടേ വിളിക്കത്തുള്ളായിരിക്കും അല്ലേ മോളെ? ഇന്ന് വിളിക്കില്ലായിരിക്കും ആൻറ്റി, നാളെ ആയിരിക്കും വിളിക്കുന്നത്, അവൾ പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഓരോ കളികളിലേക്ക് മാറിയിരുന്നു. ചിന്നുവും ചിഞ്ചുവും ആരതിയും ഒരുമിച്ചിരുന്ന മൊബൈൽ പോലെയുള്ള പിങ്ക് നിറമുള്ള ഒരു സാധനത്തിൽ എന്തോ കളിക്കുകയാണ്. അതെന്താണെന്ന് അറിയാനായി ആരതിയുടെ അരികിലേക്ക് ഇരുന്നപ്പോൾ പ്രസ് ചെയ്യുന്നൊരു ബട്ടൺ ഉപയോഗിച്ച് മീനിന്റെ അകത്ത് ഒരു വളയം പോലെയുള്ള സാധനം ഇടുകയാണ്. ഏറ്റവും കൂടുതൽ വളയം അതിലിടുന്ന ആളാരാണോ അവരാണ് വിജയിക്കുന്നത്. വെള്ളത്തിലാണ് മീൻ. ഈ വെള്ളത്തിൽ കൂടി വളയമിടണം. തന്നോടും അത് കളിക്കുവാൻ ആരതി പറഞ്ഞു. ആദ്യം തനിക്കത് എങ്ങനെയാണ് കളിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ആരതി പഠിപ്പിച്ചതാണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നീട് അവളത് മനോഹരമായ രീതിയിൽ തന്നെ കളിക്കാൻ പഠിച്ചിരുന്നു. അപ്പോഴാണ് മുറ്റത്തൊരു പൾസർ ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. പെട്ടെന്ന് തന്നെ അവൾ തല ഉയർത്തി നോക്കിപ്പോയിരുന്നു. പെട്ടെന്ന് ഹെൽമെറ്റ് ഊരിക്കൊണ്ട് അകത്തേക്ക് ആദർശ് കടന്നു വന്നു. അവന്റെ കണ്ണുകളിൽ ആദ്യം പോയത് ആരതിയുടെ അരികിൽ ഇരിക്കുന്നവളുടെ മുഖത്തേക്ക് തന്നെയാണ്. അവളും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ അവളെ നോക്കി ഒന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. ഒപ്പം തന്നെ 2 കണ്ണുകളും ചിമ്മി കാണിക്കുകയും ചെയ്തിരുന്നു. എന്തോ ആ നിമിഷം അവൾക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തോന്നിയിരുന്നു. ആരതി ആ ഫ്ലാസ്കിൽ ചായ ഇരിപ്പുണ്ട്, നീ അതൊന്ന് എടുത്ത് അവന് കൊടുക്കാമോ? സീരിയലിൽ നിന്ന് മുഖം മാറ്റാതെ പ്രീത ചോദിച്ചു. അവളാണെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വയ്യ, അമ്മ എടുത്തു കൊടുക്ക്, ആരതി പറഞ്ഞു. ഇത്തിരി എടുത്ത് കൊടുക്കടി. ഇതിപ്പോൾ പ്രകാശനും സോഫിയും തമ്മിൽ കാണുന്ന സീന, അത് ഞാനൊന്ന് കണ്ടോട്ടെ. ചായ കിട്ടിയില്ലെങ്കിൽ ആ ചെറുക്കൻ ഇപ്പോൾ കിടന്ന് തുടങ്ങും. അവസാനം ദേഷ്യത്തോടെ ഗെയിമിന്റെ ബോക്സ് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ചായ എടുത്തുകൊണ്ട് അകത്തേക്ക് പോയിരുന്നു ആരതി. അതുകൊണ്ട് കൊടുത്ത് തിരികെ വന്ന പുറകെ തന്നെ മുറിയിൽ നിന്നും അപ്പു വിളിച്ചു. അമ്മ, ആ ടൈഗർ ബാമിങ് എടുത്തേ, ഭയങ്കര തലവേദന. അവർ വീണ്ടും ആരതി ഒന്ന് നോക്കി. അവൾ ഇനി പോവില്ല എന്ന് കണ്ണടച്ച് കാണിച്ചു. മോളെ, ആ ഡെസ്കിലിരിക്കുന്ന ടൈഗർ ബാം ഒന്നെടുത്ത് ആ മുറിയിലേക്ക് കൊടുക്കാമോ? മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രീത ചോദിച്ചു. പെട്ടെന്ന് എന്ത് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. പറ്റില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതുകൊണ്ട് അവൾ പെട്ടെന്ന് തലയാട്ടി കാണിച്ചു. ടൈഗർ ബാമുമായി അവൾ അകത്തേക്ക് കയറുമ്പോൾ അവൻ ഇന്നർ ബെന്നിൽ ഊരിക്കൊണ്ടിരിക്കുകയാണ്. ജീൻസ് മാത്രം ഇട്ടാണ് നിൽക്കുന്നത്. പെട്ടെന്ന് അവളെ കണ്ടതും അവൻ വല്ലാതെയായി. അവളും വല്ലാതെയായി. അവന്റെ നെഞ്ചിലെ രോമങ്ങളിലാണ് ആദ്യം നോട്ടമെത്തിയത്. അവൻ പെട്ടെന്ന് ബനിയൻ തിരിച്ചിട്ടു. നീയോ? എന്താ ഇവിടെ? അവൻ ചമ്മലോട് ചോദിച്ചു. ടൈഗർ ബാം. അവൾ അത് ഉയർത്തി കാണിച്ചു. ഇങ്ങ് കൊണ്ടുവാ. അവൻ കൈ നീട്ടി നിന്നുകൊണ്ട് അവളെ വിളിച്ചു. മുറിക്കകത്തേക്ക് കയറണോ വേണ്ടയോ എന്നറിയാതെ അവൾ ഒന്ന് അമ്പരന്നു. അവൾ അകത്തേക്ക് കയറിയില്ല. കയറി പാടോ, ഞാനല്ലേ വിളിക്കുന്നത്, അവൻ ഒരിക്കൽ കൂടി പറഞ്ഞെങ്കിലും അവൾക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നി. ഇല്ല, ഞാനിവിടെ നിന്നോളാം.
അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതെന്താ, ഈ മുറിയിൽ കയറിയാൽ എന്തെങ്കിലും പറ്റൂ? അവൻ വീണ്ടും ചോദിച്ചു. ടൈഗർ ബാം മേശപ്പുറത്തേക്ക് വെച്ചതിന് ശേഷം അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇവിടെ വച്ചിട്ടുണ്ട്. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവളോട് ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. പ്രായത്തിൽ കൂടുതൽ പക്വതയുണ്ട് അവൾക്ക്. ഒരു അന്യപുരുഷന്റെ മുറിയിലേക്ക് അങ്ങനെ കടന്നു വരാൻ പാടില്ല എന്നുള്ള അറിവ് ഈ 16-ാമത്തെ വയസ്സിൽ തന്നെ അവൾക്കുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ലെന്ന് അവൻ ഓർത്തു. അവളോട് തോന്നിയ ഇഷ്ടത്തിനൊപ്പം അതിലേക്ക് ബഹുമാനത്തിന്റെ മേമ്പൊടി കൂടി ചേരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മീനാക്ഷിയും കുട്ടികളും ഒക്കെ പോയിരുന്നു. പെട്ടെന്ന് അവന്റെ മനസ്സിലൊരു നിരാശ ഉടലെടുത്തു. അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ പോയോ? ഒന്നും അറിയാത്ത രീതിയിൽ സെറ്റിയിൽ ഇരുന്നു കൊണ്ട് പ്രീതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. എല്ലാം പോയടാ. സീതയുടെ ആ കൊച്ചു മിടുക്കി കൊച്ചാ കേട്ടോ. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു പ്രത്യേക താളമുണ്ടതിന്. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നുമില്ല. നല്ലൊരു പക്വത തോന്നിക്കും, പ്രായത്തേക്കാൾ കൂടുതൽ. പ്രീത പറഞ്ഞപ്പോൾ അവന് മനസ്സ് നിറഞ്ഞിരുന്നു. അല്ലെങ്കിലും അവളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ നല്ലത് പറയുന്നത് തനിക്കും കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. പിറ്റേന്ന് രാവിലെയാണ് സീത ഫോൺ വിളിച്ചത്. കുറേ സമയം അമ്മയോട് ഫോണിൽ സംസാരിച്ചു. വിമാനത്തിൽ കയറിയതിനെക്കുറിച്ചും ആകാശത്തു കൂടി പോയ യാത്രയെക്കുറിച്ചും ഒക്കെയായിരുന്നു ചോദിച്ചത്. എങ്കിലും അമ്മ ഫോൺ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ വല്ലാത്തൊരു വേദന മനസ്സിനെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ മാമനൊപ്പം അഡ്മിഷൻ ശരിയാക്കാൻ സ്കൂളിൽ പോവുകയും വേണമായിരുന്നു. പിന്നീട് അതിൻ്റെ പുറകെ കൂട്ടത്തിൽ കൊള്ളാമെന്ന് തോന്നിയൊരു ഫ്രോക്ക് എടുത്ത് അണിഞ്ഞുകൊണ്ടാണ് അഡ്മിഷൻ ശരിയാക്കാൻ വേണ്ടി പോയത്. അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ശരിയാക്കിയെങ്കിലും കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ സ്കൂൾ തുറന്നതിന് ശേഷമേ കിട്ടൂ എന്നാണ് പറഞ്ഞത്. യൂണിഫോമും സ്കൂൾ തുറന്നതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ വർഷം മാറ്റമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലടുത്തുള്ള ബേക്കറിൽ കയറി ഒരു ഷാർജ ഷേക്കും മുട്ട പപ്സും വാങ്ങി തന്നിരുന്നു. ഇടയ്ക്ക് അമ്മയ്ക്ക് അവധിയുള്ള ഞായറാഴ്ച ദിവസങ്ങളിൽ അമ്പലത്തിൽ പോയിട്ട് തിരികെ വരുന്ന വഴിയിൽ വാങ്ങിത്തരുന്നതായിരുന്നു ഷാർജ ഷേക്ക്. മുട്ട പപ്സ് തനിക്ക് വളരെ പ്രിയപ്പെട്ടതും. പലപ്പോഴും അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അത് വാങ്ങിക്കൊണ്ട് വരാറുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ നോക്കിയിട്ടും വൃത്തിക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല. മാമനാണെങ്കിൽ വളരെ വാത്സല്യത്തോടെ തന്നെ നോക്കിയിരിക്കുകയാണ്. ചിന്നുവിനും ചിഞ്ചുവിനും ഓരോ ബോൾ ഐസ്ക്രീമും ഓരോ മുട്ട പപ്സും വീട്ടിലേക്ക് മാമൻ വാങ്ങിയിരുന്നു. മാമന്റെ കാറിൽ പോയതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളാതെ തിരിച്ചു വരാൻ പറ്റി. തിരിച്ച് വീട്ടിൽ വന്ന് മാമി എന്തെങ്കിലും സഹായിക്കാമെന്ന് കരുതി അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു വിട്ടിരുന്നു. മുത്തശ്ശിക്കും മാമിക്കും ചെയ്യാവുന്ന ജോലി മാത്രമേ ഉള്ളൂ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ അവൾ വലിയ കുട്ടിയായില്ലേ, ഇനി ചെറിയ ജോലികളൊക്കെ ചെയ്തു പഠിക്കട്ടെ എന്ന് മാമി പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നിന്നെ സഹായിക്കാൻ ഞാൻ ഇവിടെ ഇല്ലേ? അവളും കൂടി ചെയ്യണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? എന്ത് ജോലി വേണമെങ്കിലും പറഞ്ഞോ, ഞാനത് ചെയ്തോളാം. അവൾ സമാധാനത്തോടെ ഇവിടെ കഴിഞ്ഞോട്ടെ. കുഞ്ഞായിരുന്ന പ്രായത്തിൽ പോലും എനിക്കൊന്ന് കാണാനോ ഓമാനിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ. ആ സമയത്ത് അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ മുത്തശ്ശി ചോദിച്ചതോടെ പിന്നെ മാമിയൊന്നും പറഞ്ഞില്ല. എങ്കിലും മുഖത്തെന്തോ അനിഷ്ടമുള്ളതുപോലെ തോന്നി. അപ്പോഴേക്കും മുത്തശ്ശി മുറിയിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞിരുന്നു. താനും മുത്തശ്ശിയും ഒരു മുറിയിലാണ്. മുറിയിലേക്ക് ചെന്ന ശേഷം കൊണ്ടുപോയ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയിട്ടിരുന്നു. മീനാക്ഷി, അപ്പുറത്തു നിന്ന് ആരതി ഉറക്കെ വിളിച്ചപ്പോൾ കൈ ഉയർത്തി കാണിച്ചു. ഉടനെ തന്നെ ആരതി കൈ കാട്ടി അവിടേക്ക് വരാൻ ക്ഷണിച്ചിരുന്നു. മുത്തശ്ശി, ആരതി വിളിക്കുന്നുണ്ട്, ഞാൻ അപ്പുറത്ത് പൊയ്ക്കോട്ടെ? അനുവാദത്തിനായി അടുക്കളവാതിലോളം ചെന്ന് ചോദിച്ചു മീനാക്ഷി. പൊയ്ക്കോ, വെയിലത്തൊന്നും ഇറങ്ങരുത് കേട്ടോ. മുത്തശ്ശി വിളിച്ചു പറഞ്ഞതും ഇല്ലെന്ന് പറഞ്ഞ് പൈപ്പും കയ്യും കഴുകി നേരെ അപ്പുറത്തേക്ക് ഓടി. അവിടെ മിക്കപ്പോഴും പകൽ സമയത്ത് പ്രീതയാൻറ്റി ഉണ്ടാവാറില്ല, കടയിൽ പോയിരിക്കും. പിന്നെ 3 മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത്. ഉച്ച സമയത്താണ് കടയിൽ തിരക്കെന്നാണ് ആൻറ്റി പറയുന്നത്. ഉച്ചയ്ക്ക് അനിലങ്കലിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് പ്രീതയാൻറ്റി. അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞാണ് തിരികെ വരാറുള്ളത്. ആരതിക്കൊപ്പം അപ്പുറത്തെ സച്ചിൻ ചേട്ടനുമുണ്ട്. പിന്നെ ചിന്നുവും ചിഞ്ചുവും. അവിടെ അടുത്തുള്ള വേറെ 2-3 പിള്ളേരും. എല്ലാവരും കൂടി അക്ക് കളിക്കാൻ കളമൊക്കെ വരച്ചിട്ടിരിക്കുകയാണ്. തന്നെ കൂടി കണ്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെയും കൂട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് മുറ്റത്തേക്ക് ഒരു ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയത്. അതിൽ നിന്നും ആദർശ് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് കളി നിർത്തി അവനെ തന്നെ നോക്കിയിരുന്നു മീനാക്ഷി. ചേട്ടൻ എന്താ ഇന്ന് നേരത്തെ? അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആരതി ചോദിച്ചു. ഒരു കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അതിന് പോകണം. അവൻ ആരതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം മീനാക്ഷിയും ഒന്ന് നോക്കിയതിനു ശേഷമാണ് അവൻ മുറിയിലേക്ക് കയറിപ്പോയത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെയിലും തുടങ്ങി. അതോടെ കളി അവസാനിപ്പിക്കാൻ എല്ലാവരും തീരുമാനിച്ചു. അപ്പോഴാണ് സച്ചിൻ ചേട്ടൻ്റെ കയ്യിലിരുന്ന കാർഡിനെ കുറിച്ച് പറഞ്ഞത്. അടുത്ത സമയത്ത് കടയിൽ പോയപ്പോൾ വാങ്ങിയതാണത്രേ. കാർഡ് വെച്ച് എല്ലാവർക്കും കളിക്കാമെന്ന് പറഞ്ഞു. കുറേ ക്രിക്കറ്റുകാരുടെയും ഗുസ്തിക്കാരുടെയും ഒക്കെ ഫോട്ടോ ഉള്ള കാർഡാണ്. അത് വെച്ച് കളിക്കാമെന്ന് തീരുമാനമായി. അതാവുമ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് കളിക്കാമല്ലോ. ആ സമയം കൊണ്ട് സച്ചിൻ ചേട്ടൻ തന്നെ തൊടിയിലെ മാവിൽ നിന്ന് 2-3 മാങ്ങ കയറി പറിച്ചിരുന്നു. ശേഷം അത് 3-4 വശങ്ങളിൽ നിന്ന് കത്തി കൊണ്ട് പോറിയതിനു ശേഷം അതിലേക്ക് മുളകും എണ്ണയും ഉപ്പും ഇട്ടു. അതൊരു തോർത്തിലേക്ക് ഇട്ട് അതിലേക്ക് നന്നായി പാറക്കല്ല് വെച്ച് അടിക്കാൻ തുടങ്ങി. അടിച്ചതിൻ്റെ പദം വന്നതിന് ശേഷമാണ് അത് എടുത്തത്. ശേഷം ആരതി ഒരു പ്ലേറ്റ് കൂടി എടുത്തുകൊണ്ട് വന്നു. അതിലേക്ക് കുറച്ച് എണ്ണയും മുളക് പൊടിയും കൂടി ഇട്ടപ്പോൾ ഇരട്ടി സ്വാദ്. ഇടയിൽ ഒരെണ്ണം ചുനച്ച മാങ്ങയായിരുന്നു. അതിന് രുചി കൂടുതലായിരുന്നു. എല്ലാവരും കൂടി അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അകത്തു നിന്നും ആദർശ് ഒരു തോർത്തും തലയിൽ കെട്ടിക്കൊണ്ട് ഇറങ്ങി വന്നത്.
ചേട്ടനാറ്റി പോവാണോ? സച്ചിൻ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ അതേന്ന അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു. ഞാനും കൂടി വരട്ടെ? സച്ചിൻ പ്രതീക്ഷയോട് ചോദിക്കുന്നുണ്ട്. പോടാ, ഈ സമയത്ത് വെള്ളം തുറന്നു വിടും. നല്ല അടിയൊഴുക്ക് കാണും. അതുകൊണ്ട് വൈകുന്നേരം കുളിച്ചാൽ മതി. ഇത് പിള്ളേര് കുളിക്കുന്ന ടൈമല്ല. അവനെ ഒന്ന് നോക്കി പറഞ്ഞു. ശേഷം മീനാക്ഷിയെ രൂക്ഷമായി ഒന്ന് നോക്കിയതിനു ശേഷം അവൻ നടന്നു പോയിരുന്നു. കുറേ സമയം കളിച്ചപ്പോഴേക്കും എല്ലാവരും അടുത്തു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് അപ്പുറത്തെ പറമ്പിൽ പേരയ്ക്കുണ്ടെന്ന് സച്ചിൻ പറഞ്ഞത്. എങ്കിൽ പിന്നെ അതും കൂടി കഴിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും അവിടേക്ക് പോകാൻ തുടങ്ങി. മുത്തശ്ശി തന്നെ കണ്ടില്ലെങ്കിൽ വഴക്കു പറയും. അതുകൊണ്ട് മറ്റെവിടെയും പോകാൻ മീനാക്ഷി തയ്യാറായിരുന്നില്ല. എങ്കിൽ മീനും ചിന്നും ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി പറിച്ചുകൊണ്ട് വരാം. അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു സച്ചിൻ. അത് സമ്മതിക്കല്ലാതെ ആ നിമിഷം മീനാക്ഷിയുടെ മുൻപിൽ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല. അവസാനം അവൾ അത് സമ്മതിച്ചു. എല്ലാവരും കൂടി അപ്പുറത്തേക്ക് പോയി. ചിന്നു മാത്രമാണ് കൂടെ ഉള്ളത്. ചിന്നു 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ടുപോയില്ല. ചിന്നുവിൻ്റെ ഒപ്പം മീനുവും അവിടെയിരുന്നു. അപ്പോഴാണ് കുളി കഴിഞ്ഞ് അപ്പു അവിടേക്ക് വന്നത്. അവളെന്ന് രൂക്ഷമായി നോക്കിയവൻ ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, ബാക്കി സംഘങ്ങളൊക്കെ എവിടെ? അവരപ്പുറത്ത് പേരയ്ക്ക പറിക്കാൻ വേണ്ടി പോയി. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് മറുപടി പറഞ്ഞത്. നിനക്ക് കുറച്ച് വലിയ പാവാടയൊന്നുമില്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ അവൻ ചോദിച്ചു. അവൾ ഒന്നും മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഇത്രയും കൊച്ചു പാവാട ഇട്ടുകൊണ്ട് നടക്കരുത്. അവളുടെ മുട്ടിന് താഴെ ശകലം മാത്രം നീളമുള്ള പാവാട നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ സമ്മതത്തോടെ തലയാട്ടി. 16 വയസ്സായില്ലേ? ഇനിയിപ്പോൾ അത്ര കുഞ്ഞൊന്നുമല്ല. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി കാണിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ പോവുകയാണ് ചിന്നു. അവൾ അവൻ്റെ അരികിൽ നിന്നും രക്ഷപ്പെടാൻ എന്നതുപോലെ ചിന്നുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടാണോ? അവൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. അല്ല, ഒരുപാട് സമയമായി. ഞാൻ ആരതി വന്നിട്ട് പോകാമെന്ന് കരുതി നിന്നതാണ്. പക്ഷെ ആരതി ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. മുത്തശ്ശി എന്നെ തിരക്കുന്നുണ്ടാവും. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് തലയാട്ടി കാണിച്ചിരുന്നു. നിന്റെ പാവാടയിൽ എന്താ? അവൻ ചോദിച്ചപ്പോഴാണ് അവൾ നിന്നത്. ശേഷം പാവാടയുടെ പിൻവശം കുറച്ച് മുൻപിലേക്ക് നീക്കിക്കൊണ്ട് നോക്കി. അതിൽ ചുവന്ന 2 പൊട്ട്. പെട്ടെന്ന് അവളുടെ മുഖത്ത് പരിഭ്രാന്തി നിറഞ്ഞു. നിസ്സഹായതയോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കി. അത് അത് എന്തു പറയണമെന്നറിയാതെ അവൾ നിന്നു. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ വല്ലാതെയായി. എന്തിനാ നീ കരയുന്നത്? ആദ്യമായിട്ടാണോ ഇങ്ങനെ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ അല്ല എന്ന അർത്ഥത്തിൽ നിഷേധത്തിൽ തലയാട്ടി. തുടരും. പിന്നെ നിങ്ങൾ ഈ കഥയെപ്പറ്റി ഒരു കമൻറ്റും പറയുന്നില്ലല്ലോ. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ.